MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കപ്പ ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത്. വളരെ നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. ഇത് മീൻകറിയുടെ കൂടെയും വെറുതെ ചായയോടൊപ്പവും അതുപോലെ ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിനായി 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 5 എണ്ണം മതിയാകും. എരിവിനായി ഞാൻ പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കപ്പ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കപ്പ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നന്നായി വഴറ്റി മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ട് വേവിച്ചാലും മതി. ഇത് മീൻകറിയുടെ കൂടെയും വെറുതെ ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ രുചികരമായ കപ്പ ഉലർത്തിയത് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. ഇത് ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ ചോറിന് പകരമായോ ഒക്കെ കഴിക്കാം. മീൻകറി ചേർത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു.